ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി മനുഷ്യൻ ആണോ, അതോ ഏറ്റവും കൂടുതൽ പഠിക്കാൻ തയ്യാറുള്ള ജീവിയാണോ മനുഷ്യൻ? ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ബുദ്ധിയല്ല, അവൻ്റെ പഠിക്കാനുള്ള കഴിവാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ സ്വതന്ത്രമായി ജീവിക്കുന്നു എന്നും പിന്നെ സമൂഹത്തിലെ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുമായിരുന്നു. ഇന്ന് അതിൽ ആഴത്തിലുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൃത്യമായിട്ടും ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് എങ്ങനെ ട്യൂൺ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അറിവ് എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മുടെ ആദ്യത്തെ അധ്യാപകൻ ആരായിരുന്നു? സ്കൂളാണോ, കോളേജാണോ? അല്ല, പ്രകൃതിയാണ്. അല്ലേ? ഇപ്പോൾ വിശുദ്ധ ഖുർആനിലും ബൈബിളിലൊക്കെ ഒരു ഹാബിൽ കാബിൽ അല്ലെങ്കിൽ ഏബിൾ കെ സംഭവത്തിൽ ഒരു സന്ദേശമുണ്ട്. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഈ ഗ്രന്ഥങ്ങളിൽ വരെ അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇതൊരു മതകഥ മാത്രമായിട്ട് വായിച്ചാൽ ഒരു അർത്ഥം കിട്ടും. പക്ഷേ മനുഷ്യന്റെ പഠനയാത്രയുടെ പ്രതീകമായി വായിച്ചാൽ അതിന് അതിഭീകരമായിട്ടുള്ള മറ്റൊരു അർത്ഥവും ലഭിക്കും. അതായത് ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു, അല്ലെ? ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യനെ തന്നെ തട്ടി. ആരെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ജനിച്ച രണ്ടാമത്തെ മനുഷ്യൻ. അസൂയക്കാരൻ എന്ന് പറയുന്നു. മൃഗീയ തൃഷ്ണയാണ്, അല്ലെ? മൃതശരീരം മുന്നിലുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യന് അറിയില്ല. അപ്പോൾ ഒരു കാക്ക വന്ന് മണ്ണ് മാറ്റി കുഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടാണ് മനുഷ്യൻ ഒരു പുതിയ കാര്യം പഠിക്കുന്നത്. ഇതിൽ തന്നെ മനസ്സിലാക്കാം മനുഷ്യൻ കുരങ്ങന്റെ പുറകിലായിരുന്നു എന്നുള്ളത്. ഈ സംഭവത്തിന്റെ ചരിത്രപരമായ വ്യാഖ്യാനം എന്തായാലും അതിന്റെ സന്ദേശം അതിശക്ത. മനുഷ്യൻ പ്രകൃതിയെ നിരീക്ഷിച്ചാണ് വളർന്നത് എന്ന് ശാസ്ത്രവും അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കുട്ടി ജനിച്ച ഉടനെ പുസ്തകം വായിച്ചല്ല പഠിക്കുന്നത്, അല്ലെ? അത് നോക്കുന്നു, കേൾക്കുന്നു, അനുകരിക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയാം. മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് ബെൻഡുറ ലോകത്തിന് കാണിച്ചു തന്നത് ഒരു മനുഷ്യന്റെ പഠനങ്ങളിൽ മൊത്തത്തിൽ നോക്കിയാൽ ഒരു വലിയ ഭാഗം മറ്റുള്ളവരെ നിരീക്ഷിച്ചാണ് പഠിച്ചത് എന്നുള്ളതാണ്. പ്രകൃതി തന്നെയായിരുന്നു ആദ്യത്തെ നമ്മുടെ സർവകലാശാല. ഒരു പക്ഷി കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് മനുഷ്യൻ നിർമ്മാണം പഠിച്ചത്, അല്ലെ? മത്സ്യങ്ങളെ കണ്ടിട്ടാണ് നീന്താൻ പഠിച്ചത്. പക്ഷികളെ കണ്ടാണ് പറക്കാനുള്ള സ്വപ്നം ഉണ്ടായത്. ചിലന്തിയുടെ വല കണ്ടാണ് അതിശക്തമായ നാരുകളുടെ ആശയം വികസിച്ചത്. പ്രകൃതിയെ നോക്കിയ മനുഷ്യൻ ഇന്ന് ചൊവ്വയിലേക്ക് പേടകം അയക്കുന്ന മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇതാണ് പരിണാമം. പരിണാമം എന്നുള്ളത് ശരീരത്തിന്റെ മാത്രം കാര്യമില്ല, അറിവിന്റെയും ബോധത്തിന്റെയും പരിണാമമാണ്. പക്ഷേ ഇവിടെ വലിയൊരു അപകടമുണ്ട്. ഒരു മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അവൻ വളരും. പക്ഷേ എനിക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നൊരു നിമിഷം ഉണ്ടല്ലോ, എന്ന് വിശ്വസിക്കുന്ന നിമിഷം അവന്റെ വളർച്ച അവസാനിക്കുക. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പോലെ സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫുളിഷ്. അപ്പോൾ ഒരു വിഡ്ഢിയായിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. നല്ല വിശപ്പുള്ള ആളായിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. ഒരു കപ്പ് നിറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് പുതിയ വെള്ളമൊഴിക്കാൻ കഴിയുമോ? അതുപോലെ അഹങ്കാരം നിറഞ്ഞ മനസ്സിലേക്ക് ഒരു പുതിയ അറിവ് കടക്കില്ല. ഞാൻ പല വിജയകരമായ ആളുകളെയും കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഒരൊറ്റ പൊതു സ്വഭാവമുള്ളത്, അവർ വലിയവരായതുകൊണ്ട് പഠിക്കുന്നത് നിർത്തിയിട്ടില്ല. പഠിക്കുന്നത് നിർത്താത്തത് കൊണ്ടാണ് അവർ വലിയവരായത്. ബിൽ ഗേറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ ധാരാളമായിട്ട് പറയുന്നുണ്ട്. എന്നും പുസ്തകം വായിക്കും. ന്യൂറോ സയൻസിൽ മനോഹരമായിട്ടുള്ളൊരു ആശയമുണ്ട്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നു. അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കല്ലല്ല എന്നർത്ഥം. ഓരോ ദിവസത്തിനും മാറാൻ പറ്റും. 54 വയസ്സായാലും 64 വയസ്സായാലും 74 വയസ്സായാലും പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ തലച്ചോർ പുതിയ വഴികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ല 81 വയസ്സുള്ള ഡൊണാൾഡ് ട്രംപ് ലോകത്തിനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പ്രായമല്ല മനുഷ്യനെ വയസ്സനാക്കുന്നത്, പഠനം നിർത്തുന്നതാണ്. ഞാൻ രാവിലെ നടത്തുന്ന സെഷനിൽ ആളുകളെ പഠിപ്പിക്കുന്നത് പുതിയ അറിവല്ല, പഠിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സാണ്. അതായത് വളർച്ചയ്ക്ക് സാധ്യമായ ഒരു മനസ്സ്. കാരണം അടഞ്ഞ മനസ്സിന് അറിവ് നൽകാൻ കഴിയില്ല. അറിവ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ മനസ്സിന് അറിവ് ഇങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ ഒഴുകുക. തുറന്ന മനസ്സിന് ഒരു വാക്ക് മതി ജീവിതം മാറാൻ. ഇന്നത്തെ ടാസ്ക്കായിട്ട് നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് 10 മിനിറ്റ് നോക്കിയിട്ട് ഒരു പക്ഷിയെ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ, ഒരു മരത്തെ, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തെ ഇതൊക്കെ നോക്കിയിട്ട് ഒരു ചോദ്യം മാത്രം ചോദിക്കും. ഇതിൽ നിന്ന് എനിക്ക് ജീവിതത്തെക്കുറിച്ച് എന്ത് പഠിക്കാനാകും? ഉത്തരം എഴുതി വെക്കുക. എന്നിട്ട് ഈ കാര്യം വിശ്വസിച്ചോ, പ്രകൃതി സംസാരിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ നിരീക്ഷിക്കാൻ പഠിച്ച മനുഷ്യനോട് അത് എല്ലാ ദിവസവും സംവദിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ടൊരു കാര്യം, നിങ്ങൾ ഇന്ന് എവിടെയാണെന്നുള്ളത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം പഠനം അവസാനിക്കുന്നിടത്താണ് വളർച്ച അവസാനിക്കുന്നത്. അതായത് വളർച്ച അവസാനിക്കുന്നിടത്താണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എങ്കിലും മരിച്ചു പോകുന്നത്, ഉള്ളിൽ നിശ്ചലനാകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ചിലർ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം കാണുന്നത്? എന്തുകൊണ്ടാണ് ചിലരുടെ ബ്രെയിൻ പതിയെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി ഒരു എക്സിറ്റ് മോഡ് എന്ന് പറയും, അതായത് മരിക്കാൻ തയ്യാറാകുന്നത്? അതിലും പ്രധാനമായി ആ അവസ്ഥയിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ തിരികെ വരാം, മാത്രമല്ല നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ ഏത് മോഡിലാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ ഒരു പരിശോധനയും അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം. ആ വീഡിയോ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമുക്ക് കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.